പ്രിയ തൊഴിലാളി സുഹൃത്തുക്കളെ, 2023-24 വർഷത്തേക്കുള്ള ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പതിവ് പോലെ 78 ദിവസത്തെ 7000 രൂപ സീലിംഗ്, ഇത് രണ്ടിലും ഒരു മാറ്റവും വരുത്താതെയാണ് ബോണസ് വീണ്ടും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് 2010 മുതൽ നിലനിൽക്കുന്ന കണക്കാണ്. 2010 ചരക്ക് ഗതാഗതം വഴിയുള്ള വരുമാനം 69,140 കോടി രൂപയായിരുന്നെങ്കിൽ ഇന്നത് 1,86,000 കോടി രൂപയായി 1.25 മടങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞു. യാത്രക്കാരെന്നുള്ള വരുമാനം 10 വർഷം മുമ്പ് 25,700 കോടി രൂപയായിരുന്നെങ്കിൽ ഇന്നത് 70,000 കോടി രൂപയായി വർദ്ധിച്ചു. അതായത് 2.25 മടങ്ങ് വർദ്ധിച്ചു. ട്രെയിനുകളുടെ എണ്ണത്തിലും ആസ്തിയിലും വർധനവുണ്ടായിട്ടും ജീവനക്കാർക്ക് നൽകുന്ന ബോണസിൽ ഈ വർധനവ് യാതൊരു തരത്തിലും പ്രതിഫലിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുള്ളത് എന്നത് വേറൊരു കണക്കാണ്. 13.28 ലക്ഷത്തിൽ നിന്ന് 12.19 ലക്ഷമായി ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതായത് 2010 ഇതേ ബോണസ് നൽകാൻ വേണ്ടി വന്ന തുക പോലും ഇപ്പോൾ വേണ്ടി വരുന്നില്ല. വരുമാനത്തിൽ 1.25 മടങ്ങും 2.25 മടങ്ങും വർധന ഉണ്ടായിട്ടും നമ്മുടെ ബോണസിലുണ്ടായ വർധനവ് 0 മടങ്ങാണ് എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടെ ഫെഡറേഷനുകൾ ഇതിനെതിരായി പ്രതിഷേധിക്കാനോ മറ്റ് സംഘടനകളെയും ചേർത്ത് പ്രക്ഷോഭത്തിലേക്ക് പോകാനോ തയ്യാറാകുന്നില്ല. ഈ അനീതിക്കെതിരായ ഒരു ശബ്ദം നമ്മളിൽ നിന്ന് ഉയരേണ്ടതുണ്ട്.